the day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. Football. ടീം മിററിന്റെ വോർട്ടെക്സ് സ്ട്രൈക്ക് വളരെ പവർഫുൾ ആയിരുന്നു. ടീം ബെയർഫുട്ടിന് അത് തടയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യത്തിന് മിത്തിന് ദേഷ്യം വന്ന് ടീം മിററിന്റെ ഒരു പ്ലെയറിനെ അടിച്ചിട്ടു. അതൊരു ഫൗളായിരുന്നു. ഈ അവസരം മുതലാക്കി മൈക്ക് ടീമിനെ റീഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ഗോൾ കൂടെ അടിച്ചു. ബെയർഫുട്ട് അവരുടെ ആദ്യത്തെ മാച്ച് തന്നെ തോറ്റുപോയി. മാച്ചിന്റെ അടുത്ത ദിവസം ടൈറന്റ് ഐസക്കുമായിട്ടൊരു മീറ്റിംഗ് നടന്നു. ബെയർഫുട്ടിലെ മിത്തിനെ അയാള് വിലയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ ഐസക് അതിന് സമ്മതിച്ചില്ല. അവർ തമ്മിൽ ഒരു തർക്കത്തിലാണ് എല്ലാം അവസാനിച്ചത്. ഈ GGO നാഷണൽ ടൂർണമെന്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ചാൻസ് ആണിത്. ഇത് നല്ലൊരു ടീമാണ്, നമ്മുടെ ടീം. എനിക്കും അതന്നെ തോന്നുന്നു. അവരുടെ ടീമിന് 68 ഷൂട്ടിംഗ് ചാൻസസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാച്ചസിൽ. അവരുടെ ആവറേജ് ഓഫ് അറ്റാക്ക് ഭയങ്കര കൂടുതലാണ്. വ്യക്തമായി പറഞ്ഞാൽ 8 ഗോളുകളാണ് ഒരു മാച്ചിൽ അടിക്കുന്നത്. അതുകൊണ്ട് ഡിഫൻസിൽ ഫോക്കസ് ചെയ്യണം. ഞാൻ അവരുടെ ഒഫൻസിനെ പറ്റിയല്ല പറയുന്നത്, ഇതാ ഇതിനെ പറ്റിയാ. അവരുടെ കൺട്രോളർ സ്റ്റാറ്റ്സ് നോക്ക്. അയാളുടെ വയസ്സ് 48 അതായത് ഒരു ആവറേജ് GGO ഫുട്ബോൾ പ്ലെയറിനെക്കാളും വളരെ കൂടുതലാണത്. വളരെയോ? വളരെ വളരെ കൂടുതലാ. അയാൾക്ക് മുത്തശ്ശന്റെ വയസ്സാ. എന്താ ഷോൺ, ഇവിടെ നീയോ ഞാനും മാത്രമേ ഉള്ളൂ. നീ ഡീസന്റ് ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് മനസ്സിൽ തോന്നിയത് പെട്ടെന്ന് പറ. അതെ, ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ തുറന്നടിച്ച് പറയാറാണ് പതിവ്. അതിങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. അയാൾക്ക് സത്യത്തിൽ വയസ്സായി കഴിഞ്ഞു, എന്നിട്ടും നന്നായി കളിക്കുന്നു. എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. നിനക്കെന്ത് തോന്നുന്നു? നീ പറയുന്നതൊക്കെ കേട്ട് എനിക്കും അതന്നെ തോന്നുന്നു. അയാൾക്ക് നന്നായി വയസ്സായിട്ടുണ്ട്, എന്നിട്ടും അയാൾ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഇതിന് എന്തോ ഒരു കാരണമുണ്ട്. എനിക്കും അതിന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നിനക്ക് തന്നെ നിന്നെ ശല്യമാവുന്നാണ്. മോനെ, നീ എന്നോട് ക്ഷമിക്കണം. മിസ്റ്റർ ഫിലിപ്പ്, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ് മീറ്റ് ഇവിടെ നടത്താൻ പോവാണ്. ഇവിടുത്തെ മീഡിയക്കാര് തീർച്ചയായും അവിടെ കവർ ചെയ്യാൻ വരുമെന്ന് ഉറപ്പാണോ? GGO ഫുട്ബോൾ നാഷണലിൽ നിങ്ങൾ പങ്കെടുക്കുമെന്ന് അറിഞ്ഞതിൽ എല്ലാ മീഡിയക്കാരും വളരെ സന്തോഷത്തിലാണ്. അവരുടെ എല്ലാം ടോപ്പ് റിപ്പോർട്ടേഴ്സ് ആണ് നാളെ വരുന്നത്. 5 മേജർ ന്യൂസ് പേപ്പേഴ്സ് ആണ് ഇതൊരു ഹെഡ്ലൈൻ ആക്കി മാറ്റാമെന്ന് എനിക്ക് വാക്ക് തന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. ഞാൻ ഈ ടീമിന്റെ മറ്റു മാച്ചസ് എല്ലാം കണ്ടിട്ടുണ്ട്. അവര് ശരിക്കും ഭയങ്കര ഒഫൻസീവ് അറ്റാക്കേഴ്സ് ആണ്. അവരുടെ അറ്റാക്കേഴ്സിനെ നമ്മൾ തീർച്ചയായും മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അവരൊരു ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് ഈ 3 അറ്റാക്കേഴ്സുമായി ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്പർ 3, 6 and 9. അവരുടെ വേഗത മാത്രമല്ല, അവർക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ശരിക്കും ഈ ട്രയാങ്കിൾ ഫോർമേഷനിൽ ഷോർട്ട് പാസസ് കൊടുത്ത് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 4 കളിക്കാരെ വേഗം ഓടാൻ പറഞ്ഞിട്ട് അവരെ ബ്ലോക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് തടുത്താ പോരെ. ടീമേ, ഇത് അത്രയ്ക്കും ഈസി അല്ല. ഇതിന് സ്പീഡ് വളരെ ആവശ്യമാണ്, മനസ്സിലായോ? അവര് ബോൾ 10 മീറ്റർ അടിച്ചാ അതിന് നീയും 10 മീറ്റർ ഓടിയാ, അല്ലെങ്കിൽ 20 മീറ്റർ അടിച്ച് നീയും 20 മീറ്റർ ഓടിയാ, ആ ബോളിന്റെ അടുത്ത് പോലും നിനക്ക് പോകാൻ പറ്റില്ല, മനസ്സിലായോ? അത് ശരിയാണ്. നമ്മളുടെ ഡിഫൻഡേഴ്സ് എല്ലാരും തന്നെ ബോളിന് പിറകെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അറ്റാക്കേഴ്സിന് വളരെ എളുപ്പമാകും. അവര് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ത്രൂ ചെയ്ത് ഗോളും അടിക്കും. നമ്മൾ തോറ്റുപോകുന്നേ. സത്യം പറയുകയാണെങ്കിൽ അവർ ഗോൾ അടിക്കുന്ന സമയം നമ്മൾ ഫ്രണ്ടിൽ തടയണോ അല്ല ലെഫ്റ്റിൽ തടയണോ അല്ല റൈറ്റിൽ തടയണോ എന്ന് നമുക്ക് ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. ഇവര് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു തോന്നുന്നല്ലോ. അത് ശരിയാണല്ലോ. അവർ നമുക്കിപ്പോ ഭയങ്കര തലവേദനയാ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല പേടിയാവുന്നു. ഈ മാച്ച് ജയിക്കാൻ നമ്മൾ ഇനി എന്താ ചെയ്യാ ഫ്രണ്ട്സ്?
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുതിയൊരു പ്ലാൻ ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അതിന്റെ പേരാണ് കൗണ്ടർ അറ്റാക്ക്. അതുകൊള്ളാം, counter attacks ഓ? അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ? അവരുടെ അറ്റാക്കിംഗ് ഫോർമേഷൻ തന്നെ നമ്മൾ ഡിഫെൻഡിങ്ങിന് യൂസ് ചെയ്യും, അതായത് ട്രയാങ്കിൾ ഫോർമേഷൻ. ഓ, നീ പറയുന്നത് കേൾക്കുമ്പോ എന്തോ ഒരു പ്രത്യേക പ്ലാൻ ആണെന്ന് തോന്നുന്നു. നീ പറയുന്നത് തമാശയേ ഇല്ല. ശരിയാണ്, ഇതൊരു സ്പെഷ്യൽ പ്ലാൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സാറ്റലൈറ്റിനെ റൈറ്റ് വിംഗ് ബാക്കിൽ കളിപ്പിക്കാം, എന്നിട്ട് ന്യൂക്ലിയസ് ഡിഫൻസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ന്യൂ ഫോർമേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫൻസീവ് ട്രയാങ്കിൾ കിട്ടുമെന്നേ. എന്താ? പക്ഷേ നമ്മുടെ ഒഫൻസീവ് പവർ അവര് തകർക്കുകയാണെങ്കിലോ? ഡിഫൻസ് നല്ലതാ, നമുക്കൊരു ഗോൾ അടിക്കണം. അതുകൊണ്ടാണ് ഞാനൊരു സ്പെഷ്യൽ അറ്റാക്കിംഗ് പ്ലാൻ തന്നെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ മിത്തില്ലേ, അവൻ ഫ്രണ്ടിലാണ് കളിക്കുന്നത്. നമ്മുടെ കയ്യിൽ ബോൾ കിട്ടിയ ഉടനെ തന്നെ മിത്തിന് പാസ് ചെയ്യും, അവൻ സോളോ ആയിട്ട് അറ്റാക്ക് ചെയ്യും. മിത്തിനത് കൺഫ്യൂസ് ആകാൻ സാധ്യതയുണ്ട്. എല്ലാ പ്ലാനിനും അതിന്റേതായ പോസിറ്റീവും നെഗറ്റീവ് സൈഡും ഉണ്ടാകും. നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി. ഐസക് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഷോൺ എടുത്ത ഈ പുതിയ പ്ലാൻ എനിക്ക് ഓക്കെ ആണെന്നെ. നന്നായിട്ടുണ്ട്. മിത്തിന്റെ ഒഫൻസ് പവർ മാത്രം മതി നമുക്ക് ഒരു നല്ല ഗോൾ അടിക്കാൻ. എന്തായാലും ഈ പ്ലാനിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അടിപൊളിയാ. അത് കൊള്ളാം, അത് ശരിയാണ്. ഹേ മിത്ത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തമ്മിൽ കൺട്രോൾ പിരിച്ചതല്ലേ, ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ സംഭവിക്കുമോ? അല്ല, തമാശയാണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പായി കാണൂന്ന്. ആ കാര്യം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. നെക്സ്റ്റ് മാച്ച് മുതൽ ഞാൻ ഡിഫൻസീവ് കമാൻഡ്സ് മാത്രം കൊടുക്കും. ഐസക് അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നതും നോക്കും. നീ സഹകരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കും. ഹേയ്, നീ നന്നായിട്ട് ഡിഫൻസ് കളിച്ചോ, വെറുതെ നാണം കെടുത്തല്ലേ. ഓ, അതിന് ഞാൻ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ തന്നെ നിന്നെ എംബാരസ് ചെയ്യുമല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ തർക്കം ഒന്ന് നിർത്തിയാൽ നന്നായനെ. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഓ, അത് സാരമില്ല, ഞാൻ പുതിയ ഫ്രെയിം വെച്ചോളാം. നിനക്കൊന്ന് ശ്രദ്ധിച്ച് ജോലി ചെയ്താ എന്താ? ഇതൊക്കെ ഇങ്ങനെ തല്ലി പൊട്ടിക്കാണോ ചെയ്യുന്നത്? കുറച്ചെങ്കിലും മാനസ് വേണ്ടേ? നീ എന്തൊക്കെ പറയുന്നേ? ഞാൻ ആ ഫോട്ടോ നോക്കാൻ വേണ്ടി എടുത്തതാ, അറിയോ? ഷോൺ, ഇത് നിന്റെ അമ്മയാണോ? എന്റെ അമ്മ വിയന്നയിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വിയന്നയിലോ? വെക്കേഷന് പോയതാ? എന്റെ അമ്മ അവിടെ മ്യൂസിക് പഠിപ്പിക്കുകയാണ്. ഞാനും 3 വയസ്സ് മുതൽ പിയാനോ വായിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് എന്റെ പേരൻസ് എന്റെ ഫ്യൂച്ചർ അവരാണ് ഡിസൈഡ് ചെയ്തത്. ഞാൻ വലുതാവുമ്പോൾ എന്റെ അച്ഛന്റെ ബിസിനസ് തന്നെ തുടരണമെന്ന്. എന്റെ അമ്മ ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് എന്നെയും പിയാനിസ്റ്റ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം. കഴിഞ്ഞ 2 വർഷമായിട്ട് പുള്ളിക്കാരി അവിടെ മാസ്റ്റേഴ്സും ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടി അവിടുത്തെ മ്യൂസിക് സ്കൂളിൽ അഡ്മിഷൻ അമ്മ ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരും. മ്യൂസിക് സ്കൂളോ? അപ്പൊ നീ എപ്പോഴാ പോന്നേ? ജിജിഒ ടൂർണമെന്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകേണ്ടി വരും. ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. നീ ഈ ടൂർണമെന്റ് കഴിഞ്ഞ ഉടനെ വിയന്നയിലേക്ക് പോകുന്നു പറഞ്ഞത് കാരണം അതാണോ? ആ, അങ്ങനെയും പറയാം. എന്നാ ഈ കളി നമുക്ക് തീർച്ചയായും ജയിക്കണം. എന്നാലല്ലേ 1 മാസങ്ങളിൽ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. ഓ, അങ്ങനെയാണെങ്കിൽ 1 മാസം ഞാൻ നിന്റെ അടുത്ത് വഴക്കിടേണ്ടി വരുമല്ലേ? ഷോൺ, വിയാനയിലും ജിജിഒ ഫുട്ബോളൊക്കെ ഉണ്ടോ? ആ, അവിടെയും കുറെ ആൾക്കാർ ഇത് കളിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ ഈ കളി വിടാമെന്നാണ് എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മ്യൂസിക്കും ജിജിഒ ഫുട്ബോളും ഒരുമിച്ച് കൊണ്ടുപോയാൽ എന്താ? എന്തിനാ ഒന്നും വേണ്ടാന്ന് വെക്കുന്നത്? അതെന്റെ പേരൻസിന് വേണ്ടിയാണ്. പാവപ്പെട്ടവനായി ജനിച്ചതിൽ ഞാൻ ഇപ്പൊ സന്തോഷിക്കുന്നു. പണക്കാരനായി ജനിച്ചെങ്കിൽ സ്വന്തം തീരുമാനമെടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് നീ ചെരുപ്പിടാണ്ട് നടക്കുന്നത്. എനിക്ക് ചെരുപ്പിടാൻ പറ്റാത്തതുകൊണ്ടല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഓ, ഞാനത് വിശ്വസിക്കണല്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമല്ലെന്ന്. എനിക്ക് പറ്റുമെങ്കിലും എനിക്കത് വേണ്ട. 1 മിനിറ്റ്, നീ പറഞ്ഞത് കേട്ടപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എന്താണാവോ അത്? അതെ, ഈ വിയാന ശരിക്കും എവിടെയാ? കാറ്റും കാർലും എവിടെ പോയി? എനിക്കറിയില്ല. അല്ല, നീ എന്താ ഇവിടെ പുറത്തുവന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ കാരണം എന്താന്ന് വെച്ചാ എന്നോട് തുറന്നു പറയും, മടിക്കണ്ട. ഷോൺ പറഞ്ഞത് നീ കേട്ടോ? ജിജിഒ മാച്ച് കഴിഞ്ഞ് ഞാൻ വിയന്നയിലേക്ക് പോവെന്ന്. അതിനർത്ഥം ജിജിഒ മാച്ച് ഇനി കളിക്കാൻ പറ്റില്ല എന്നല്ലേ? ഓ, അത് സാരമില്ല. എല്ലാ കാര്യത്തിലും എപ്പോഴെങ്കിലും ഒരു അവസാനം നല്ലത് നടക്കുമല്ലോ. മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുമല്ലോ.
ചെലപ്പോ ഒരുപാട് പേര് കാണും. നീ എന്തിനാ വിഷമിക്കുന്നേ? ധൈര്യമായിട്ട് ഇരിക്ക്. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? ഇപ്പൊ നല്ല രസമായിട്ടാ ഷോണും ഐസക്കും പരിശ്രമിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ടീം ബെയർഫുട്ട് സെറ്റും ചെയ്തു. ആരും പിരിയരുതെന്ന് വിചാരിക്കുന്നു. മാത്രല്ല ജിജിയോ വേൾഡ് ടൂർണമെന്റിന് നമുക്ക് ഒന്നിച്ചു പോണം. നിന്നോട് ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, ഇതേ ആഗ്രഹമായിരുന്നു എന്റെയും മനസ്സില്. എന്നാ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എനിക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ട് ഞാൻ ടീമിന്റെ മാനേജർ എന്നാണോ നീ വിചാരിക്കുന്നത്? എനിക്ക് നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രാ. ഞാൻ നല്ല സുന്ദരിയും ബുദ്ധിശാലിയുമാണ്. ബെയർഫുട്ട് പിരിയരുത് അല്ലേ? ഇല്ല, പിരിയാൻ പാടില്ല. നമുക്ക് ഒന്നിച്ച് വേൾഡ് ടൂർണമെന്റ് പോവാനുള്ളതാ. അതെ, എന്റെയും ആഗ്രഹം അതാണ്. പക്ഷെ പെൺകുട്ടികളെ പോലെയല്ല ആൺകുട്ടികൾ ചിന്തിക്കുന്നത്. എന്റെ വിഷമങ്ങൾ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ എനിക്ക് മനസ്സിലാവും. GGO നാഷണൽ ടൂർണമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്രൂപ്പ് എയുടെ കോമ്പറ്റീഷൻ ആണ് കാണാൻ പോകുന്നത്. ശരി, ഇന്ന് നമുക്ക് നല്ലോണം പരിശ്രമിക്കേണ്ടി വരും. ഇന്നലത്തെക്കാളും കൂടുതൽ 10 ഇരട്ടി നമ്മൾ ഇന്ന് പരിശ്രമിക്കണം. എന്റെ അമ്മോ, അപ്പൊ ഇന്നലത്തെക്കാളും ഉച്ചത്തിൽ ഇന്നിനി പറയേണ്ടി വരുമോ? ഇന്നലെ എനിക്ക് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. എനിക്കതൊന്നും അറിയണ്ട. എന്തായാലും ഷോണിന് തെളിയിച്ചു കൊടുക്കണം. വിയന്നയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ജിജിയോ ഫുട്ബോൾ ആണെന്ന്. ബെയർഫുട്ട് ഒരിക്കലും പിന്മാറില്ല. ബെയർഫുട്ട് ഒരിക്കലും പിന്മാറില്ല. എല്ലാവരും നല്ല ഉറക്കം പറയൂ. ബെയർഫുട്ട് ഒരിക്കലും പിന്മാറില്ല. ഇരു ടീമുകളും ഇപ്പൊ ഫീൽഡിലേക്ക് വരാൻ പോവുകയാണ്. വരാൻ പോകുന്ന ആദ്യത്തെ ടീം ടീം ബെയർഫുട്ട്. ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ ടീമാണ് ടീം ഓണറ്റ്. അയാളുടെ അടുത്ത് ഇഷ്ടംപോലെ റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ. ജിജിയോ ഫുട്ബോളിലെ വലിയ കൺട്രോളേഴ്സ് ആണോ? അതെ, അയാൾ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ജിജിയോ ഫുട്ബോളിന് വേണ്ടിയല്ല അറിയപ്പെടുന്നത്. അയാൾ ഒരു ബിസിനസ് ടൈക്കോൺ ആണ്. മിസ്റ്റർ ഫിൽ, നിങ്ങൾ എന്തിനാ ജിജിയോ ടൂർണമെന്റിലുള്ളതെന്ന് പറയാമോ? ഞാനിവിടെ പരിഷ്കാരം പഠിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് ജിജിയോ ഫുട്ബോൾ ഇഷ്ടമുള്ളതുകൊണ്ട് വന്നതാ. നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് കാശുണ്ടല്ലോ, പിന്നെന്തിനാ ന്യൂ ജനറേഷന്റെ ഈ കളിയില് നിങ്ങൾ ഇത്ര താല്പര്യം കാണിക്കാനുള്ള കാരണം എന്താണ്? എന്തിനും താല്പര്യമുണ്ടെങ്കിൽ പ്രായത്തിനൊന്നും പരിധികൾ ഉണ്ടാവില്ല. നിങ്ങളുടെ മോനെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്. ജിജിയോ ഫുട്ബോളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത്. അയാളെ കണ്ടതിനു ശേഷം എനിക്ക് പേടിയാവുന്നു ഷോൺ. എന്തിനാ പേടിക്കുന്നേ? അവനും ഇവനെ പോലെ പണക്കാരനല്ലേ. അപ്പൊ ഷോൺ, നീയും അയാളെ പോലെ ഫ്യൂച്ചറിൽ വണ്ണമുള്ളവനായാവൂലേ? എല്ലാ പണക്കാരും വണ്ണമുള്ളവരാണെന്ന് വെറുതെ എങ്ങനെ വിചാരിക്കണ്ട. ഇല്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കും. നമുക്ക് കുറച്ചു വർഷത്തിൽ കാണാന്നേ. ആർക്കെങ്കിലും സോഡ വേണോ? GGO ഫുട്ബോൾ നാഷണൽ ടൂർണമെന്റിലെ ഗ്രൂപ്പ് എയിലെ ടീം ബെയർഫുട്ടും ടീം ഓണറ്റും തമ്മിലുള്ള മാച്ച് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ടീം ഓണറ്റിന് ഒഫൻസോ ഡിഫൻസോ ഇപ്പൊ തെരഞ്ഞെടുക്കേണ്ടി വരും. ഹെഡ്സാ വന്നത്. ഓക്കെ, ഹെഡ്സ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം അവർ കിക്ക് ഓഫ് ചെയ്യട്ടെ, പിന്നെ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. ഞങ്ങള് റൈറ്റ് നിന്ന് അറ്റാക്ക് ചെയ്യും. തുടങ്ങാനുള്ള സമയമായി. റെഡ് യൂണിഫോം ഉള്ള ടീം ബെയർഫുട്ട് റൈറ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. യെല്ലോ ആൻഡ് ബ്ലാക്ക് ഇട്ട് ടീം ഓണറ്റ് ലെഫ്റ്റിൽ നിന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്.
ടീം ഓണറ്റിന്റെ കോച്ച് ബിസിനസ്മാൻ ഫിലിപ്പ് ഈ ജിജിഒ മാച്ച് കളിക്കാൻ പോകുകയാണ്. ഈ ലീഡർഷിപ്പ് സ്കിൽസും ബിസിനസ്സും കൊണ്ട് ഈ മാച്ച് ജയിക്കാനാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. റെഫറി വിസിലടിച്ചു, മാച്ച് തുടങ്ങുകയാണ്. നമ്മൾ ഈ മാച്ച് ജയിക്കും. അങ്ങനെ ഞാൻ ലോക പ്രശസ്തനായി മാറും. വേണമെങ്കിൽ കണ്ടോ. മാച്ച് തുടങ്ങിയതിനു ശേഷം ടീം ഓണറ്റ് ബോളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഒരു തടസ്സവുമില്ലാതെ ബോളുമായിട്ട് മിഡ്ഫീൽഡിലേക്ക് പോകുന്നു. അവർ ഫീൽഡിൽ നടുക്കെത്തി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആണ് അവര്. നീ എന്നെ ഒറ്റയ്ക്ക് തടയാൻ വന്നിരിക്കണോ? ടീം ബാർഫുട്ടിലെ പ്ലെയർ ബോൾ ക്രോസ് ചെയ്ത് മുന്നിലേക്ക് പോകുന്നു. പ്ലെയർ ഹോർണറ്റിന്റെ ഫ്രണ്ട് ഫീൽഡിലേക്കാണ് പോകുന്നത്. അവനെ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ മുന്നിലേക്ക് ഓടൂ. ടൈറ്റൻ ഡിഫൻസ് പൊസിഷൻ ചെയ്യേ. സാറ്റലൈറ്റ് ശ്രദ്ധിച്ചു കളിക്കണേ. ടീം ബാർഫുട്ട് ടീം ഹോർണറ്റിനെതിരെ ഒരു ട്രയാങ്കുലർ അറ്റാക്കിന്റെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീം ഹോർണറ്റ് ട്രയാങ്കുലർ ഡിഫൻസ് പൊസിഷനിലാണ്. ബോള് പെട്ടെന്ന് പാസ് ചെയ്ത് വേഗം കൺഫ്യൂഷൻ ഉണ്ടാക്കുക. എല്ലാരും കാമായിട്ടിരിക്കണം. ബോൾ അവര് 3 പേരും മാത്രമേ പാസ് ചെയ്യൂ. ന്യൂക്ലിയസ് ഗെറ്റ് റെഡി. Only directional tackle. ടീം ഓണറ്റിന്റെ സ്വാം ട്രയാങ്കിൾ പുറകിലേക്ക് നീങ്ങുകയാണ്. ടീം ബാർഫുട്ടിന്റെ ട്രയാങ്കുലർ ഡിഫൻസ് ഫോർമേഷൻ നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഷോൺ അടിപൊളി, നീ ഒരു നല്ല കളിക്കാരനാണ്. നീ പ്ലാൻ ചെയ്ത ഡിഫൻസ് പൊസിഷൻ വളരെ അടിപൊളിയായി ഷോൺ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് തീർച്ചയായിട്ടും ഇത് ജയിക്കാൻ കഴിയും. കൊള്ളാം. ഇനി ശരിക്കുള്ള കളി എന്താണെന്ന് ആ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ട്രയാങ്കിൾ അറ്റാക്ക് ഫോം ചെയ്യുക. നോക്കി കളിക്കേ. ടീം ഓണറ്റ് ട്രയാങ്കിൾ അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരിപ്പോ ഒരു പുതിയ ഫോർമേഷനിലാണ് വന്നിരിക്കുന്നത്. ടീം ഓണറ്റ് ബോളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഡിഫൻസ് ഫോർമേഷൻ ആണ്. നിങ്ങൾ അവരുടെ പുറകെ പോകരുത്. ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഷോൺ ആ സമയം കടന്നുപോയി. ബാർഫുട്ട്, നിങ്ങൾ കണ്ടത് ശരിയാണ്. ചെറിയൊരു ട്രയാങ്കിൾ അറ്റാക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു കണ്ടുപിടിച്ചോ. ഈ അറ്റാക്ക് എങ്ങനെ എതിർക്കണമെന്ന് ബാർഫുട്ട് ടീമിന് അറിയാനേ പാടില്ല. അതുകൊണ്ട് ടീം ബാർഫുട്ട് ഇത് എങ്ങനെ തടയുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. എനിക്ക് തോന്നുന്നു ടീം ബാർഫുട്ട് തോക്കുമെന്ന്. കാരണം ഈ അറ്റാക്ക് എങ്ങനെ തടയണമെന്ന് അവരുടെ ടീമിലുള്ള ഒരാൾക്ക് പോലും അറിയില്ല. ടീം ഓണറ്റ് ടീം ബാർഫുട്ടിന്റെ ട്രയാങ്കുലർ ഡിഫൻസിനെ തകർക്കുമെന്ന് തോന്നുന്നു. ഓണോ, നമ്മൾ തോൽക്കുന്ന തോന്നുന്നേ. നമുക്ക് അവരെ മാച്ചപ്പ് ചെയ്താൽ മാത്രമേ ഈ കളി ജയിക്കാൻ പറ്റുള്ളൂ, അല്ലേ ഷോൺ? നമുക്ക് അവരെ മാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്പീഡും സ്കില്ലും രണ്ടും കൂടുതലാണ്. വേഗം അവരെ എല്ലാവരെയും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കൂ. ഷാഡോ, സ്റ്റേ കാം. ടീം ഓണറ്റിന്റെ ട്രയാങ്കിൾ ഫോർമേഷൻ ഇവിടെ വർക്കൗട്ടായി. കൊള്ളാം, അടിപൊളി ഗോൾ. എന്തു പറ്റി? നിങ്ങൾ ഇങ്ങനെയാണ് കളിക്കുന്നത്? ഇനിയെങ്കിലും ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യ്. ശരി ഷോൺ, മെ തിരിച്ചു വന്ന് അസിസ്റ്റ് ചെയ്യട്ടെ. വേണ്ട, അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേറെ അറ്റാക്ക് ചെയ്യാൻ ആളില്ല. എല്ലാരും ഒരുമിച്ച് വരണം. ഡിഫൻസ് ടൈറ്റ് ചെയ്യ്. ഓണറ്റ് ബോൾ പെനൽറ്റി ഏരിയയിലേക്കാണ് എറിഞ്ഞിരിക്കുന്നത്. അത് ടീം ബാർഫുട്ടിന്റെ ട്രയാങ്കിൾ ഡിഫൻസ് ഏരിയയിലേക്കാണ് പോയിരിക്കുന്നത്. ഈ കളി കയ്യിൽ നിന്ന് വിട്ടുപോയോ? വൗ, ഇത് വളരെ നല്ലതാണ്. ടീം ഓണറ്റ് ബോളിനെ ട്രയാങ്കിൾ അറ്റാക്കിൽ നിന്ന് പുറത്തേക്കാക്കി. ഇതെന്തായാലും കൊള്ളാം. Ladies and gentlemen, പുതിയൊരു ചാലഞ്ച് കാണാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. അവനിപ്പോ പാസ് ചെയ്യും, നോക്കിക്കോ. അവർ ഷൂട്ട് ചെയ്യാനല്ല ശ്രമിച്ചത്. ഇത് വെറും ഒരു പാസ് മാത്രമായിരുന്നു. ടീം ഓണറ്റ് ഗോൾ സ്കോർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടന്നില്ല. ഗോളി ബോളിനെ തിരിച്ച് ഫീൽഡിലേക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ടീം ബാർഫുട്ടിന് ഈ ഗോളും തടയാൻ സാധിച്ചു. അങ്ങനെ തന്നെ വേഗം ഒരു ഗോൾ അടിക്കുക. ബോൾ വീണ്ടും ടീം ഓണറ്റിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു.
മിത്ത് ഡിഫൻസിന് കളിച്ചേ പറ്റൂ. ഗ്രൂപ്പ് സ്റ്റേജിലെ ഈ മാച്ച് തോറ്റാൽ അവരെല്ലാരും കൂടെ നമ്മളെ എലിമിനേറ്റ് ചെയ്യും. ഇല്ല കോൾ, മിത്ത് ആ മിഡ്ഫീൽഡിനെ കടന്നു വരുന്നില്ല. കാരണം എനിക്ക് ഷോണിന്റെ ഡിഫൻസ് പ്ലാനിൽ വിശ്വാസമുണ്ട്. ഷോൺ നോക്കിക്കോളും. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഈ കളി എന്തായാലും തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടോ, ഞാൻ ഈ മാച്ചിൽ ഗോൾ സ്കോർ ചെയ്തു. മോനെ, നീ ഇത് കണ്ടെങ്കിൽ എത്ര സന്തോഷിച്ചാനെ. എന്റെ മൂന്നിപ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായനെ. There's a feeling in the air, excitement all around. People come from everywhere. Today's the day, so stand up and shout.